എന്താ? ഒരു മണി ഓർഡർ ഉണ്ട്. അയ്യോ, സിനിമയുടെ മാമുക്കോയാ. അയ്യോ, ഞാൻ ഇക്കാന്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. ഇന്നലെ കൂടി കാശിന്റെ കാര്യം പറഞ്ഞ വീഴാത്ത ഒരു ബ്ലേഡായിരുന്നില്ല. എനിക്കറിയാം. എത്ര നാളായി മാമൂനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടല്ലേ? നേരിട്ട് കാണാൻ ഗ്ലാമർ അല്ലേ? തമാശ പറയാതെ. ഒന്നും പറയണ്ട, എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ട് ലൈറ്റിന്റെ ചൂടത്ത് നിന്നുണ്ടാക്കിയ പൈസ. ലൈറ്റ് ഭയങ്കര ചൂടാ ലൈറ്റിന്. നീ ലൈറ്റിന് മുമ്പ് നിന്നിട്ടുണ്ടോ? ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ലൈറ്റിന്റെ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത്. എന്റെ കാശ് ഇപ്പൊ തരണം. നല്ല സഫാരി. ഇതെന്ത് ഇതെന്റെ അല്ല, സിനിമ ഡ്രസ്സാ. നേരം വെളുക്കുന്നത് വരെ മെരിലാൻഡിൽ ഷൂട്ടിംഗ് ആയിരുന്നു. അവിടുന്ന് വരുന്ന വഴിയാ. നോക്ക്, മേക്കപ്പ് പോലും അഴിച്ചില്ല. ഇനിയിപ്പോ കണ്ണൂർക്കും പോണം. അതുകൊണ്ടാ മാമു ഇരിക്കാൻ കസേരയില്ലല്ലോ. നീ വരണ്ട് ചായ ഇട. എനിക്ക് നിങ്ങൾ ചായയും വേണ്ട, കസാരയും വേണ്ട. എനിക്ക് വേണ്ട എന്റെ കാശാ. എന്നൊരു കാര്യം ചെയ്യും, ഗോപാലിന് 2 രൂപ മേടിച്ചോണ്ടോ. ഏത് ഗോപാൽ? എരി കടം തരാനുള്ളോ? അയാളോ? അപ്പൊ കോശിയിലുള്ള 10,000. കോശേരയുള്ള 10,000 രൂപ ഞാൻ മേടിച്ചോളാം. ഈ വയസ്സിലോ? ഡ്രസ്സൊക്കെ ഇത് മതി. മാമു ഇവിടെ തന്നെ ഇരിക്കും. കണ്ണട ചുറക്കുന്നു. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ അടുത്ത് ഈ വക പണിയൊന്നും നടക്കണ്ട. ഞാൻ കോഴിക്കോട്ടുകാരനാ. മാമു കൈയ്യട്. ഇല്ല, എന്റെ കാശ്. അതിന് ബ്ലേഡ് പൊട്ടിയില്ലേ? തന്നോട് ആരും പറഞ്ഞാൽ അതുകൊണ്ട് കാശിടാൻ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ പോലീസിനെ വിളിക്കണോ? ഇത് ദേഹത്തോട്ട് കളിക്കരുത്. തൊട്ടാ എന്തോ ചെയ്യും? തൊട്ടാൽ എന്ത് ചെയ്യുന്നോ? അപ്പൊ കാണാം. ഒന്ന് തൊട്ട് നോക്ക്. തൊട്ടോ. അയ്യോ, അത് തുറക്ക്. ഞാൻ മേജരങ്ങളാ. അയ്യോ ഞാനില്ല. എന്താടോ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഞങ്ങളപ്പുറത്ത് ചായ ഇടുമായിരുന്നു. കാപ്പി അല്ലേ? കാപ്പി. ബ്രൂ ബ്രൂ ബ്രൂ. അങ്ങനെ ഒരു ഗ്ലാസ് എടുക്കട്ടെ? ഈ സമയത്ത് ആരാടാ ബ്രൂ കുടിക്കുന്നല്ലേ? നിങ്ങളെ ബ്രൂ അല്ല, വിഷമുണ്ടേ കുറച്ചിങ്ങതാ. മോടെ പേരിൽ കിടന്ന കാശ് തള്ളെ അറിയാതെയാ നിനക്ക് വേണ്ടി ബ്ലേഡ് ഡെപ്പോസിറ്റ് ചെയ്തത്. സംഭവം ഇപ്പൊ അവൾ അറിഞ്ഞു. എനിക്കവിടെ കിടക്കപ്പുറത്ത് ഇല്ലതായി. 2 കുപ്പി സാധനമുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. താൻ കിടന്ന മുറിയാണെ അവള് പൂട്ടുകയും ചെയ്തു. എന്തിനാ? അങ്കിൾ തന്നാ മതി, ഞാൻ അപ്പുറത്തെ ഷെൽഫിൽ വെച്ചേക്കാം. വേണ്ട, ഇതിനകത്ത് വെച്ചാൽ മതി. അതിനകത്ത് മുഴുവൻ ചെതല. ഇരുമ്പ് സേഫ് ചെതല്. ഇരുമ്പ് ഫിനിഷിങ്ങാ, പക്ഷെ സാധനം തടിയാ. എവിടെയെങ്കിലും വെച്ചു, പിന്നെ വരാം. എന്റെ അടുത്ത് വേല ഇറക്കരുത്. ഞാനറിയാ എടുത്ത് കുടിച്ചു കളയരുത്. ഇല്ല. രക്ഷപ്പെട്ടു. എവിടെ രക്ഷപ്പെടാൻ? പട പേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ പന്തവും കുത്തി പട എന്ന് പറഞ്ഞ പോലായി. പണ്ട് പോലീസിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ CBI, CID. കൊലപാതകമാ. എന്റെ മാമുക്കോയെ, നിനക്ക് കേറി വരാൻ കൊണ്ടൊരു നേരം. ശവത്തെ കുത്തി നോവിക്കാതെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ചിന്തിക്ക്. ഭരതംപിള്ള. അതെ, ഭരതംപിള്ളയ്ക്ക് മാത്രമേ ഇനി നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. ഇതാരപ്പാ? നമസ്കാരം സ്വാമികളെ. എഴുന്നേക്കു വത്സേ. ഞാൻ വത്സയല്ല, അവള് കഴിഞ്ഞ ആഴ്ച പോയി. വേറെ പുതിയൊരു സാധനം എത്തിയിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ഭരതംപിള്ളയാണ് കാണേണ്ടത്. ഭരതംപിള്ള ചേട്ടനോ? അയ്യോ, നേരം വെളുക്കണവർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ചാപ്പിൽ എന്തരോ കേസുകൾ ഒതുക്കാനുണ്ടെന്നും പറഞ്ഞ് അവിടുത്തെ പയ്യൻ വന്ന് വിളിച്ചോണ്ട് പോയി. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? സ്വാമിമാരി അകത്തോട്ട് കയറി ഇരിക്കേ.
മേലാൽ ഈ പരിസരത്ത് കണ്ടുപോകരുത്. പോയിക്കോ. ഓടാ. എന്റെ രുദ്രാക്ഷം. സ്വാമിമാർക്ക് എന്താ ഷാപ്പി കാര്യം? ഞാൻ സ്വാമിയല്ല, വെടുങ്കി. വെങ്കിടി. ആഹാ, കോരയുടെ ബ്ലേഡ് പൂട്ടിയപ്പോ വേഷം മാറി നിൽക്കുകയാണല്ലേ? അയ്യോ, ഒന്ന് പതുക്കെ പറയട്ടെ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. 100 അടിക്കണോ? വേണ്ട, 2 അടിച്ചത് ഞങ്ങൾ കണ്ടു. ചേട്ടൻ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. എന്താ പ്രശ്നം? ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. മാമുക്കോയ, സിനിമാ നടൻ ഗഫൂർ കാ ദോസ്ത്. ഇയാൾ എന്തിനാ ഇതിനകത്ത് കയറിയേ? കേറിയതല്ല, കേറ്റിയതാ. എന്തിനാ? ശവം കുഴിച്ചിടണം. ഒറ്റ കുഞ്ഞു പോലും അറിയാതെ. അപ്പോ കൊലപാതകം ഒതുക്കണം അല്ലേ? റേറ്റ് കൂടും. സിനിമാ നടനാവുമ്പോ വളരെ വളരെ കൂടും. എന്ത് വേണമെങ്കിലും തരാം. ചേട്ടൻ ഞങ്ങളെ രക്ഷിക്കണം. കൊല്ലുന്നതിന് സത്യം പറഞ്ഞ റേറ്റ് കുറവാ. കുഴിച്ചു മൂടുന്നത് അതുപോലെയല്ല. എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാ മതി. 10. 10 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ, കൊടുക്കാല്ലേ? 10 എന്ന് പറഞ്ഞാൽ 10,000. അത് കുറച്ച് കടന്ന കൈയായി പോയി ചേട്ടാ. ഒന്ന് മാറിനേ. എനിക്ക് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ശവം കുറിച്ചുണ്ട്. ചേട്ടാ 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 എങ്ങനെങ്കിലും ഒന്ന് തിരിച്ചു തിരക്കാനുള്ള സമയം. അലക്കല്ലേ, നമുക്കൊരു 5000 ഒതുക്കാം. 9, 8, 8.5, 8.5 ഒരു തരം, 8.5 2 തരം, 8.5 3 തരം. ഉറപ്പിച്ചു. നീ വിട്, കഞ്ഞക്കല്ലേ വിട്. ഞാൻ രാത്രി വരാം. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക, ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ. ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക, കര കാണ കടലലമേലെ മോഹത്തിൻ കുരുവി പറന്നു. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നു. എലുംതിൽനലീണം പാടിവാവാ. തെയ്യന്താര ദൈതും. അറബിക്കടലിളകി വരുന്നു, ആകാശപ്പൊന്നു വരുന്നു. ആലോലം തിരകളിലെ അമ്മാന വഞ്ചീനെ, അരുമപ്പൂമീനേ വാ ഭൂമീനേ വാ വാ. അറബിക്കടലിളകി വരുന്നു ഇടിക്കല്ലടാ ശവേ. നീ ഇതിനൊന്ന് കെട്ടീന്ന് എടുക്കണെങ്കി ദേ പോണു മുതല്. ഇതിനെ എല്ലാണെങ്കിലും നല്ല തൂക്കം കേട്ട പിശാചി. എടാ മാമുക്കോയെ, മാമു, നിന്നെനിക്കിഷ്ടാ. നീ ആ നാടോടിക്കാറ്റിലെ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഗൾഫിൽ വിടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അതെ, ശ്രീനിവാസനെ നീ വിട്ടേക്ക്. അവൻ തെണ്ടിയാ, അവനെനിക്കിഷ്ടല്ല. അന്ന് എനിക്കറിയാം നീ എന്നെങ്കിലും എന്റെ കയ്യിൽ വരുമെന്ന്. ഗഫൂർ കാ ദോസ്ത്. ശവത്തിന് എന്തിനാ കൂളിംഗ് ഗ്ലാസ്? അതിങ്ങോട്ട് പോരട്ടെ. 6 അടി മണ്ണിൽ നീറിയൊടുങ്ങും. വാച്ചൊക്കെ കെട്ടിപ്പോ കല്യാണത്തിന് കൊണ്ട കാര്യമൊന്നുമില്ല നിനക്ക്. തിലകം ചാർത്തി ചീകിയുമഴക. ഓ, പിന്നെ തിലകം ചാർത്തണ്ടൊരു മോന്ത. അങ്ങോട്ട് പോട്ടാ. ഏയ്, ഇതെന്താ ഈ ശവം എങ്ങനെ പെരുമാറണേ? അങ്ങനെയാലും പറ്റില്ല. എന്താണ്ടത്? എന്തേ? ഇതെന്താന്ന്? വരദംപിള്ള ഈ കവലയിലുള്ളപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കൊലക്കേസ് ഉണ്ടായാൽ വരദംപിള്ളയ്ക്ക് അതിന് നാണക്കേട്. സത്യം പറയടാ, നീയാണോ? അല്ല. എത്ര കൊല മോഷ്ടിച്ചടാ? 2 എണ്ണം. വിറ്റ് കിട്ടിയ കാശ് എവിടെ? എന്റെ ഇല്ല. കേട്ടു ഞാൻ. എവിടാ? എടുക്കണ കാശ്. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ? വല്ല ജോലി ചെയ്ത് ജീവിച്ചിട്ടുള്ള തെണ്ടികളെ. എന്തിനാടാ കത്തി? എന്തേ? കത്തി എന്തിനാന്ന്? കത്തി നഖം വെട്ടാനാ ഉപയോഗിക്കണേ. ഇവർക്ക് നഖം വെട്ടണം എന്ന് പറഞ്ഞു.
സാറിന് നഖം വെട്ടണ ഒന്നുകൂടെ വന്നേ, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ കവലയിലെ റൗഡിയാണ്. ആരെങ്കിലും ഒരാൾ എന്നെ കൈവച്ചാ പിന്നെ ഈ നാട്ടുകാർ തെണ്ടികൾ മുഴുവൻ എന്നെ പന്ത് കെട്ടി കളിക്കുന്ന പോലെ കളിക്കും. സാറിന് ഇപ്പൊ എന്താ വേണ്ടേ? വെങ്കടി അറിയാം. പിന്നെ എന്ത് വെങ്കടി അറിയാണ്ട്? വെങ്കടി ഞാനും തമ്മിൽ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഈ പ്ലേഡ് കമ്പനി പൊട്ടിയിട്ടുള്ള വെങ്കടിയാണോ? ആ, അയാളെ എനിക്കറിയില്ല ഏട്ടാ. താൻ ആദ്യം അറിയാമെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ അറിയില്ലെന്ന്. ആദ്യം അങ്ങനെ പറഞ്ഞ എന്താ അങ്ങനെ പറഞ്ഞേ? എന്നാ ഇവിടെ നിക്ക്. അല്ല, ഞാൻ കൂടെ വരാം. വേണ്ട, ഇവിടെ നിക്ക്. ഞാൻ പോയിട്ട് വെങ്കടി വിളിച്ചിട്ട് വരാം. ആപ്പാ. അത് വേണ്ട, സാറിന്റെ ആരോഗ്യസ്ഥിതിക്ക് പോവാൻ പറ്റില്ല. ഒക്കെ വളരെ ചെറിയ റോഡാണേ. മാത്രമല്ല ഇവരെയൊക്കെ നോക്കണ്ടേ. ഇവിടെ നിക്കട്ടാ. ചാരി ഇന്ന് മരം മറിച്ചിടരുത്. ഏയ് ഒന്നുമില്ല, ഞാൻ ഒന്നും ഉറങ്ങാൻ കിടന്നതാ. ഞാനങ്ങ് കംപ്ലീറ്റ് പേടിച്ചു. എന്നാ ചേട്ടൻ കിടന്നോ? ദേ തന്നെ ഒരാൾ അന്വേഷിച്ചു. എന്നെയോ? ആ, അയ്യോ, ആരാ ചേട്ടാ? ഞാൻ ആദ്യമായിട്ടാ കാണണേ. ഡെപ്പോസിറ്റ്മാർ വല്ലവരും ആയിരിക്കും. കണ്ടാൽ ആളെങ്ങനെയാ? മെലിഞ്ഞിട്ട് താടിയൊക്കെ വെച്ചിട്ട് ആകപ്പാടെ ഒരു കുട്ടിയാനെ പോലെ ഇരിക്കും. അയ്യോ, ആ മാമൂക്കയുടെ ആള് പകരം ചോദിക്കാൻ വന്നാണോ? ആയിരിക്കും. അയ്യോ, എന്താ തനിക്ക് പേടിയുണ്ടോ? ഇല്ല. താൻ ധൈര്യമായിട്ട് ചെല്ലടോ. ഞാൻ പോണില്ല. എന്നാ അയാൾ ഇങ്ങോട്ട് വരും. ചേട്ടനും കൂടി വാ. അയ്യോ, എനിക്കിപ്പോ ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കം വരണം. ഉവ്വ. ഉറക്കം താൻ ചെന്നെനിക്ക് പ്രശ്നം വലുതാവും. വലുതാകട്ടെ. അയാൾ പോലീസിനും കൂട്ടി ഇങ്ങോട്ട് വരും. മാമുക്കോടെ കൊലപാതകം തെളിയും, പിന്നെ ജയിൽ. അയ്യോ, എടോ താൻ ചെല്ലേ. ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഞാൻ പോയി വരാൻ ചേട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യും, മാമുക്കോയെ കുഴിച്ചിട്ടുള്ള വകയിൽ ബാക്കി കാശ് തന്നിട്ട് പോ. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. ജീവനുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഉടനെ ഞാൻ തരാം. ജീവനൊന്നും ഇനി ഉണ്ടാവില്ല. ശപിച്ചു വിടല്ലേ നീ ചേട്ടാ. പോടാ. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്തു. ഇനി അവരായി അവരുടെ പാടായി. പണം ഇനി ഉണ്ടാവും. ആ തടിമാന്റെ കൈ പെട്ട എന്റെ ജീവൻ പോവും. ഇവന്റെയൊക്കെ ജീവനൊരു വിലയില്ലേ? പോട്ടെ, ചത്തു പോട്ടെ. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറക്കം വരുന്നില്ലല്ലോ ദൈവമേ. ഒരു 300 അടിക്കാൻ കാശുണ്ടെങ്കിൽ ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. വെങ്കടേശ്വര സ്വാമി. സ്വാമിക്ക് വെങ്കടി അറിയോ? അറിയാനുള്ള ശ്രമത്തിലാണ്. അവൻ സർവവ്യാപിയല്ലേ ഉണ്ണി. തൂണിലും തുരുമ്പിലും മാത്രമല്ല, കംപ്ലീറ്റ്. അങ്ങനെയുടെ കാര്യമല്ല. കോരയിലെ മാനേര് വട്ടര്. വെങ്കടി ദൈവമല്ലല്ലേ? ഉണ്ണി അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണണം. അവനെ ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്തിനാ കാണുന്നേ? കുറച്ച് കാശിന്റെ ഇടപാടുണ്ട്. ഒന്നിനോടും ആർത്തി പാടില്ല, പ്രത്യേകിച്ച് പണത്തിനോട്. അതിനെ ഇനി മറന്നേക്കു വത്സ. അത് ഞാനും വെങ്കടിയായിട്ട് ആലോചിച്ചോളാം. അവനെ ഒന്ന് കൈ കിട്ടട്ടെ. അമ്മേ ഭഗവതി, ഒരു വെങ്കടിയെ എനിക്കറിയാവൂ, സാക്ഷാൽ വെങ്കടാചലപതി. ഓം ശാന്തി ശാന്തി. സ്വാമി ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണുമല്ലോ. ഇല്ല, നാളൊന്നും ഹരിദ്വാറിലോട്ട് പോവാണ്. അയാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷെ എന്നെ അങ്ങേരുടെ കൈ കിട്ടിയ എന്റെ ഒരൊറ്റ എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല. എന്തൊരു ശരീരം. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ആ, ദൂരെ ദൂരെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക്. അവിടെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ കാശ് തരാതെ മുങ്ങാൻ നോക്കാൻ. അതിന് കാശെന്തിനാ? എന്റെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഇല്ലെങ്കിൽ 2 ശവം കൂടി മാമുക്കോടെ കുഴി വീഴും. അയ്യോ, എടുക്കണ കാശ്. എടാ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ കുച്ചിട്ടെന്നറിയോ? എന്റെ പൊന്നി ഏട്ടാ ചതിക്കരുത്. കാശ് തരാം. എപ്പ തരും? വൈകിട്ട് രാത്രി. രാത്രിയില്ലേ തരാം. കൊടുക്കാൻ വൈകിട്ട് കൊടുക്കാന്നല്ലേ പറഞ്ഞത്? രാത്രി. രാത്രി എവിടെ കാശ്? വൈകിട്ട് കൊടുക്കാന്നല്ലേ പറഞ്ഞത്? എപ്പ തരും? വൈകിട്ട്. ഏതെങ്കിലും ഒരു സമയം പറ. രാത്രി. രാത്രി കൃത്യം 8:30 മണിക്ക് ഞാൻ വരും. കാശ് റെഡിയാക്കി വെച്ചോളാം. മനസ്സിലായല്ലോ? മറ്റടുത്ത സംശയമൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ല. വൈകിട്ട് എവിടെ നടന്നീ കാശ് കൊടുക്കുന്നത്? രാത്രി താൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ പോണത്? തെണ്ടി.
നിന്റെ മരമോന്ത കണ്ട പിന്നെ ഞാൻ കംപ്ലീറ്റ് കുളം തോണ്ടിയത്. എന്റെ ബ്ലേഡ് പൊട്ടി. ചേട്ടാ അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞാൽ നീ എന്തിയൂടാ? എന്റെ സ്വഭാവം മഹാ ചീത്തയാ. നന്നാക്കാൻ നിന്റെ മറ്റവനെടുത്തെന്ന് പറ. ഇന്ന് അവസാനത്തെ ദിവസമാണ്. രാത്രി വരദം പിള്ള വരും. അതിനു മുമ്പ് നമുക്ക് ഇത്തിരി വിഷം മേടിച്ച് കഴിച്ചാലോ? വിഷം നമ്മള് കഴിക്കാനോ? കമ്പക്കെട്ടിന് തീ കൊളുത്തിയപ്പോൾ എന്റെ ശരീരം വിറച്ചു. അങ്കത്തട്ടിലേക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ കമ്പക്കെട്ടിന് തീ കൊളുത്താറ്. അമിട്ട് 3 നിലയിൽ പൊട്ടി അമ്മാവൻ ചന്തുവിനെ ഞാൻ ഓർത്തു. 4 നിലയിൽ വെടിപൊട്ടി ഞാൻ എന്റെ അമ്മായി ഉണ്ണിയാർച്ചയെ ഓർത്തു. പെട്ടെന്നൊരു ആരവം കേട്ടു. ചിന്നിച്ചിതറുന്ന ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നു അവൻ, തൃശൂക്കാരൻ വാറുണ്ണി, ഒരു കരാട്ടക്കാരൻ. ഞാൻ ഗർജിച്ചു, മോനെ വാറുണ്ണി, തച്ചോളി തറവാട്ടിലെ അവസാനത്തെ കണ്ണിയായ ഞാൻ നിന്നോട് അങ്ങ് മുറിച്ചിരിക്കുന്നു. മേളം മുറുകി. കളരി ദൈവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ചാടിക്കെട്ടിച്ചവട്ടി പൊട്ടിച്ചവട്ടി ഇടത്തു വലത്തേ തിരിഞ്ഞ് ചാടി വലിഞ്ഞമർന്ന് കത്തിയെടുത്ത് കുത്തി പുഴയിൽ തള്ളി. അയ്യോ പിന്നെ ഒരു തീപ്പെട്ടി വേണം. ആ കാശിരിക്കുന്ന പെട്ടിയുടെ പുറത്ത് 3 തീപ്പെട്ടി ഇരിപ്പുണ്ട്. അതിൽ നല്ലത് നോക്കി ഒരെണ്ണം ഇവിടെ. അപ്പൊ എല്ലാം റെഡിയാണല്ലോ? കംപ്ലീറ്റ്. എന്തേ? അല്ല ഒന്നുമില്ല, പ്രൈവറ്റാ. എന്റെ 2000 രൂപയിൽ നിന്ന് 500 എടുത്ത് മാറ്റിയിട്ട് ആ 4000ന്റെ റബ്ബർ ഒന്ന് കയറ്റി. അപ്പൊ എനിക്ക് മുഴുവൻ കാശ് തരാനില്ലേ? അത് റെഡി. ബാക്കി കാശിന്റെ കാര്യ. ഏത് ബാങ്കിലാ? പൈസ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്. കഴിക്കേ. നീ കഴിക്കും. പ്രായം കുറഞ്ഞൊരു വേണം ആദ്യം കഴിക്കാൻ. ചേട്ടൻ തുടങ്ങിക്കോ, ഞാൻ ലാസ്റ്റ് കഴിച്ചോളാം. അയ്യേ, നീ കഴിക്കാണ്ടിരിക്കുമ്പോ ഞാൻ കഴിക്കും. എന്താ ഇനി അത്? വേണ്ട, 2 ആളും കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. ബ്യൂട്ടിഫുൾ. വേണ്ട, എല്ലാം ഞാൻ കുടിക്കുന്നത് ശരിയല്ല. ഇത് നിങ്ങൾ 2 പേരും കൂടി കുടിച്ചോ. കുടിച്ചടോ, കുഴപ്പമില്ല. കുടിക്കണോ? നിങ്ങൾ പപ്പാതി കുടിക്കേ. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളൊരു തെറ്റ് ചെയ്തു. വിഷം ചേട്ടനെ കൊല്ലാൻ കൊടിയ വിഷം. അയ്യോ വിഷം. ചേട്ടന് തരാൻ കൈ കാശില്ലാത്തതുകൊണ്ട് ചേട്ടനെ കൊല്ലാൻ ഞങ്ങള് ഭാവികളാണ് ചേട്ടൻ. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. മാമുക്കോയ ചത്തിട്ടില്ല. അതേടോ, ചത്തിട്ടില്ല. യോ, എന്റെ അമ്മേ. ഇതാ വീട്. വേഗം ഇറങ്ങി, ഞാൻ ആ ഓടിയ പാർട്ടി ഒന്ന് പിടിക്കട്ടെ. ഇപ്പൊ വരെ. ആ, Appointed as stenographer to join under the given conditions. അറിയണം.
ആരാ വെങ്കിടി? വെങ്കിടി 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 അവനാ. ഹലോ. അയ്യോ അയ്യോ ഭാഗ്യം പോയി. അയ്യോ. എന്റെ വല്യ സാറേ എന്നെ ഒന്നും ചെയ്യരുത്. താനെന്തിനാ ഓടിയേ? സാറെന്തിനാ എന്നെ ഓടിച്ചേ? എന്റെ 5 പൈസ ഇല്ല. ബ്ലേഡ് കമ്പനി കോരാ സാറിന്റെയാ. പുള്ളിയാ കംപ്ലീറ്റ് കാശും കൊണ്ട് മുങ്ങിയത്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാണ് സാറേ. തന്നെ കുറച്ച് ദിവസം കൊണ്ട് അയ്യോ കത്തി 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 അയ്യോ കത്തി കത്തി. കത്തിയല്ലടോ, കാശ. കോട്ടയത്തെ പീലി സാറ് തനിക്ക് തരാൻ തന്നയച്ച കാശ എന്റെ കൈ തന്നു വിട്ടതാ. ഇതാ വാങ്ങിച്ചോ. ഓ, ഇനി സ്വസ്ഥമായിട്ട് തിരിച്ചു പോവാമല്ലോ. ഒരാഴ്ചയായി വന്നിട്ട്. സാറേ താങ്ക്സ്.